നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾക്ക് വാട്സപ്പിൽ നിർബന്ധമായിട്ടും ഓൺ ചെയ്ത് വെക്കേണ്ട 2 സെറ്റിങ്സുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വെറുതെ നിങ്ങൾ ബോറടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. 2 സെറ്റിങ്സേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്തു വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തുകൊണ്ട് പോകും. ഈ 2 സെറ്റിങ്സ് നിർബന്ധമായിട്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ സെറ്റിങ്സ്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ എടുത്ത ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഏതൊക്കെയാണ് ആ സെറ്റിങ്സ്, സേഫ്റ്റി സെക്യൂരിറ്റി സെറ്റിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഇവിടെ അക്കൗണ്ട് എന്ന ഭാഗമുണ്ട്, അവിടെ എടുക്കുക. ഇവിടെ സെക്യൂരിറ്റി ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ഓഫിലായിരിക്കും. അധികം ആളുകളുടെ ഫോണിലും ഇത് ഓഫിലാണ്. ഇത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെ തന്നെ പറയുന്നുണ്ട് ടെക്സ്റ്റ് ആൻഡ് വോയിസ് മെസ്സേജസ്, ഓഡിയോ ആൻഡ് വീഡിയോ കോൾസ്, ഫോൺ ലൊക്കേഷൻ ഷെയറിങ്, അപ്ഡേറ്റ്സ് സ്റ്റാറ്റസ്. അതായത് നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പ് തന്നെ നോട്ടിഫിക്കേഷൻ അയച്ചു തരും. ഈ ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് തന്നെ നോട്ടിഫിക്കേഷൻ അയച്ചു തരും. ഇതുകൊണ്ടുള്ള പ്രയോജനം വളരെ വലുതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് വാട്സപ്പ് നോട്ടിഫിക്കേഷൻ അയച്ചു തരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ കാര്യത്തിന് നമുക്ക് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഓൺ ചെയ്തിടുക. അതിനുശേഷം ഇവിടെ രണ്ടാമത് അക്കൗണ്ട് എന്ന ഭാഗത്തിൽ തന്നെ പാസ് കീ എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ ക്രിയേറ്റ് പാസ് കീ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആരൊക്കെ പാസ്വേഡ് കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി തന്നെ ഇപ്പോൾ ഒരു പാസ് കീ ഞാൻ ചെയ്തു വെച്ചിട്ട് ഇതിനെ ക്യാൻസൽ ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നമ്പരൊക്കെ കാണിക്കുന്നത്. നമ്പർ നിങ്ങൾ നേരത്തെ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ ആരൊക്കെ പാസ്വേഡ് ആയിരിക്കും ചോദിക്കുന്നത്. അത് 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് പിന്നെ ലോക്ക് ചെയ്തിടാൻ, നിങ്ങളുടെ വാട്സപ്പ് സേഫ്റ്റി ആയിട്ട് ഇടാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം വളരെ വലുതാണ്. അങ്ങനെ നമ്മുടെ വാട്സപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വാട്സപ്പ് ഈ പാസ് കീ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പാസ് കീ ആരൊക്കെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വാട്സപ്പ് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ടു പോയ വാട്സപ്പ് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കും. ക്രിയേറ്റ് പാസ് കീ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരാളൊക്കെ പാസ്വേഡ് ചോദിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കണ്ടിന്യൂ എന്ന കൊടുക്കാൻ പറയുന്നത്. ഇനി ചിലപ്പോൾ എനിക്കിപ്പോൾ ചോദിക്കും പോലെ നമ്മുടെ ഫോണിലുള്ള ലോക്കായിരിക്കും ചോദിക്കുന്നത്. ഞാൻ എന്തായാലും കണ്ടിന്യൂ കൊടുക്കുകയാണ്. ശേഷം ഫോണിലുള്ള ലോക്ക് ചോദിക്കും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കാണാം. അപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജറിൻ്റെ അടുത്ത് നമ്മളെ ഇത് സേവായി കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പാസ് കീ ഡിലീറ്റ് ചെയ്യാം. ബെറ്റർ എന്ന് പറയുന്നത് പാസ് കീ ലോഗിൻ ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ലോഗിൻ ചെയ്ത് തന്നെ വെക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ലോഗിൻ ചെയ്ത് വെക്കുക. എന്നാൽ നഷ്ടപ്പെട്ടു പോയ വാട്സപ്പ് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും ഈ ആരൊക്കെ പാസ്വേഡ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക. ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതായത് കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിൽ ചെയ്ത് വെക്കണം. ഇത് സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള 2 സെറ്റിങ്സാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വാട്സപ്പിൽ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. അതുവരെയ്ക്കും.